അതാണ് തൊഴാനെത്തിയ ആനയാണ്. ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുളിക്കാനൊന്നും കൊണ്ടുപോകുന്നതല്ല എന്നാണ് ഇവിടേക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ തൊഴാനായി എത്തിയ ആനയല്ല. ഇതാകുമ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അവിടെയുള്ള ഒരു കാർ എത്തിമറിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മധു അതാ കാറും ബൈക്കും ചേർന്ന് കുത്തിമറിച്ചിരുന്നത്. അക്രമാസക്തനായി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും അതിലുണ്ടാകുന്നതാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. സമീപത്തിൽ തെങ്ങടക്കം ആ തെങ്ങിലേക്ക് കാറിന് ചേർത്തിക്കൊണ്ടുള്ള കാറാകെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയെ ഒരു ഘട്ടത്തിലും അന്വയിപ്പിക്കാനോ തളയ്ക്കാനോ ഈ ഘട്ടം വരെ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഏത് സമയവും ആരെയും ആക്രമിക്കാമെന്ന നിലയിലാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ കാറ് കുത്തിമറിച്ചിട്ട വാഹനങ്ങൾ നശിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അക്രമാസക്തനാവുകയാണ് ആന ചെയ്യുന്നത്. ഇപ്പോൾ RRT സംഘമടക്കം ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ അക്രമാസക്തനാവുകയാണ്. പലതരത്തിലുള്ള ശ്രമങ്ങൾ ഒരു മണിക്കൂറോളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിൽ ആദ്യം RRT സംഘം എത്തുന്നതിന് മുമ്പ് പോലീസും നാട്ടുകാരും ഒക്കെ പലതരത്തിൽ ശ്രമിച്ചു നോക്കി. പിന്നീട് RRT സംഘം എത്തിക്കൊണ്ട് പലതരത്തിൽ മയക്കാനുള്ള ശ്രമം അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതാ കൂടുതൽ അക്രമാസക്തനായിട്ടുണ്ട്. വാഹനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു വാഹനത്തിനോടുള്ള ദേഷ്യം തീർക്കാനെന്ന പോലെ വീണ്ടും അത് കുത്തിമറിച്ച ശേഷം വീണ്ടും അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനം നശിപ്പിച്ചത് കാണാം. അങ്ങനെ നിരവധി വാഹനങ്ങളാണ് വിഷ്ണുവിന്റെ കാറാ. വിഷ്ണു നോക്കി നിൽക്കാൻ വിഷ്ണുവിന്റെ ചെറുക്കനെ ഓടി കയറാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് ഇത് ഇടികൊണ്ട് കിടക്കുന്ന സമയത്ത് അവർ ആൾക്ക് അടക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് പിന്നെ കാറ് വരണം പോണം. കാറ് വഴി നീ മേടിക്കാം. രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ച് ഒരാൾ ഒരു തരത്തിലും അരിശമില്ലാതെ ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ കുത്തിമിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അധികത്തിലുള്ള തൊഴാൻ സമയത്ത് ഈ ആനയുടെ പാപ്പാന്മാരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്.